ഗൈസ് അബിജാർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ണി പെട്ടെന്ന് അവനൊരു ഷർട്ട് എടുക്കണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. സമയം സന്ദർഭം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അവൻ വിളിച്ചു. അവൻ്റെ കൂടെ ഇങ്ങനെ വന്നു ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അവന് നാളെ പെണ്ണണൽ ചടങ്ങുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഒരു ഷർട്ട് എടുക്കണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനും കൂടെ എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ദില്ലും ഗോകുലും ഉണ്ട്. അപ്പോൾ അവന്മാരിങ്ങനെ ഷർട്ട് എടുക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ണി ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെ ഉണ്ണിയെ തപ്പി നടക്കണം, അവൻ ഇവിടെ ഒന്നും കാണാനില്ല. ഐസ് കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവൻ. ഞാൻ മിസ്സായിപ്പോൾ. ഞാൻ ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി വെളിയിൽ പോയതാണ്. അപ്പോൾ ഒരു അബദ്ധം പറ്റി. ഇൻട്രോ എടുക്കണ നേരത്ത് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. പവർ ബട്ടൺ ഞെക്കിയിട്ട് ഇൻട്രോ എടുത്ത്, പക്ഷേ ആ ഇൻട്രോ കിട്ടിയില്ല. എങ്ങനെ ഇരിക്കണം? ഞാൻ ഇപ്പോൾ അവന് തപ്പി നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ലുലുമാളിനകത്താണ് നിൽക്കണം കേട്ടോ. അത്രയും അടച്ചില്ല ഇതുവരെ. ഗൈസ് അപ്പം ഉണ്ണിയെ കിട്ടി. ഉണ്ണി ഇതവിടെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി ഷർട്ട് കിട്ടിയാ? അത് വൈറ്റ് എടുത്തത് എത്രയായിരുന്നു? ഈ 10:30 രാത്രി വെള്ള ഷർട്ട് വാങ്ങാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നവനാണ്. ഇതൊന്നും പറയില്ലേ? ഒന്നും പറയാം. എന്താ വെള്ളയല്ല അത്? ഓ അങ്ങനെ. വെള്ള ഷർട്ട് ട്രയലിന് വേണ്ടി അവൻ വേറെ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് പോവുകയാണ്. 10 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇതണക്കാണ് അവൻ ഷർട്ട് എടുക്കാൻ പോകണം, വെള്ള ഷർട്ട് എടുക്കാൻ പോകണം. എല്ലാ കടയിലും കയറി ഇറങ്ങി. അപ്പോൾ ലാസ്റ്റ് ലുലുമാളി വന്നപ്പോഴാണ് നമുക്ക് ഷർട്ട് കിട്ടിയത്. ലുലുവിൽ തന്നെ കുറേ കടയുള്ളതുകൊണ്ട് ലാസ്റ്റ് ലുലു ഫാഷനിൽ വന്നപ്പോൾ തന്നെ ഷർട്ട് കിട്ടിയവന്. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഷർട്ട് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്നായിരുന്നു. എവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ചെന്ന് അവൻ തന്നെ അറിയാം. ഇപ്പോൾ വിളിച്ചോണ്ടൊന്ന് ഷർട്ട് എടുക്കണ കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടെങ്കിൽ പെണ്ണാണൽ ചടങ്ങാണ്. ചുമ്മാ ഓഫീസിലും ഒരിടത്തും പോയി ഇടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവന് പെണ്ണാണൽ ചടങ്ങാണ്. അപ്പോൾ അതിനുവേണ്ടി വന്ന് വെള്ള ഷർട്ട് എടുത്തതാണ്. അപ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വരട്ടെ, അവൻ വന്നിട്ട് നമുക്ക് അവൻ്റെ ചോദിക്കാം എന്താണ്. നമ്മളടുത്ത് പറഞ്ഞില്ല, ഇങ്ങനെ സസ്പെൻസായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. പുള്ളി എനിക്കും ദില്ലുവിനും ഗോകുലിനും മാത്രമേ അറിയുള്ളൂ നാളെ പെണ്ണാണൽ ചടങ്ങാണെന്ന്. അപ്പോൾ എന്തായാലും അവൻ വരട്ടെ. ലുലുവിലൊക്കെ രാത്രി അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചടച്ച് എല്ലാവരും പോകുന്നുണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു 10, 11, 12 മണി വരെ കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. എങ്ങനെ പോയാലും ഞാൻ ഇപ്പോൾ കയറി വന്ന സമയത്തും കണ്ടു. അപ്പോൾ എനിക്ക് അവിടെ വെച്ചൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടെ വന്ന് അവൻ ഷർട്ട് എടുക്കണം കണ്ടോ തോന്നിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് എടുക്കുകയാണ്. അതോ വരുന്നുണ്ട് കേട്ടോ. ഇതോ ഷർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം പിന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുക എന്താവശ്യത്തിനാണ് ഷർട്ട് എടുക്കാൻ വന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇവനെ അറിഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞ കേസൊക്കെ. ഓക്കെ, ദാ വന്നു. ഉണ്ണി ഷർട്ട് എടുത്തോ? ഉണ്ണി ഷർട്ട് എടുത്തോ? ഉണ്ണി എന്താവശ്യത്തിനാണ് ഷർട്ട് എടുത്തത്? പറ. എന്റെ ജോലി ആവശ്യം. കള്ളത്തരം പറയല്ലേ നീ. അങ്ങനെയല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞത്? പിന്നെ എന്തിനാണ് എന്റെ ആവശ്യം? എന്താണ് നിന്റെ ആവശ്യം? പറ. എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നാളെ നിനക്ക് ജോലി ഉണ്ടായിരുന്നു? അവൻ ഉണ്ട്. ചോദിച്ചാണ്ടോ രാത്രി ഷർട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഇത് വേറെ എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയാണ് ഷർട്ട്. സത്യം പറഞ്ഞു. വെള്ള ഷർട്ട് ഇട്ടോണ്ട് ഞാൻ എന്താന്ന് വെള്ള ഷർട്ട് ഇട്ടോണ്ട് പെണ്ണാണല്ലോ നീ? ശരിക്കും പെണ്ണാണല്ലോ തന്നെ അറിയാം. അപ്പം ശരി, അപ്പം നാളെ എന്തായാലും നടക്കട്ടെ. ഉണ്ണി സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫി ആയാലോ? ചോദിച്ചു പോയവൻ ഊമ്പി. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. അവന് പെണ്ണാണാൽ ചടങ്ങിന് വേണ്ടിയൊന്നല്ല കേട്ടോ. അവന് നാളെ ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് അവനെ വിളിച്ച് പറഞ്ഞത് അവനൊരു ഷർട്ട് എടുക്കണമെന്ന്. അപ്പം അങ്ങനെ വന്നതാണ്. വേറെ ഒന്നും വിചാരിച്ചില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമ്മൾ ദില്ലു ഇങ്ങനെ ചുമ്മാ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ് അവന് പെണ്ണാണല്ലെന്നും പറഞ്ഞു. നല്ല രസമല്ലേ ഈ രാത്രി നമ്മൾ ഈ ലുലു മാള് കാണാൻ? എന്താ ഭംഗിയല്ലേ. അതിനകത്ത് നടന്ന് റെഡിയാവും കേട്ടോ. ഭയങ്കര പാടിനകത്ത് നടക്കും. വെള്ളം തയ്ക്കണം കേട്ടോ. എൻ്റെ കൂടെ വന്നവന്മാരാണ് നൻപന്മാരെന്ന് പറഞ്ഞ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഉണ്ണിയുടെ കൂടെ വന്ന് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. സമയമില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഷർട്ടൊക്കെ എടുത്തല്ലേ ഉണ്ണി? ഉണ്ണി ഒന്നും പറയില്ലേ? ഇവൻ പറയണ പലതും തള്ളാണ്. ഇവൻ ഊമ്പിനാൽ